അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങളൊന്ന് കർണാടകയിലുള്ള ടിബറ്റൻ വില്ലേജ് വരെ പോവാണ്. ബൈക്കിലാണ് പോണ്. ഞങ്ങൾ യാത്ര തുടർന്ന് കോയമ്പത്തൂർ വഴിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പോണ വഴിയിട്ട് ചായ കുടിക്കാൻ കയറി. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ സുമിത്ത്. ഈ യാത്ര പോണ എല്ലാവർക്കും ഇവനൊരു പ്രചോദനമാണ്. കാരണം സ്വന്തം മാല പണയം വെച്ചിട്ടാണ് ഇവനെ ട്രിപ്പന്നെ വന്നിരിക്കുന്നത്. അങ്ങ് റൈഡറാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ ബാഗെല്ലാം വെച്ച് കിട്ടുന്ന വേണ്ടി. അപ്പോഴേക്കും വിശന്നു. ഒന്ന് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാം. ഓരോരുത്തരും പറഞ്ഞ ഫുഡെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് എന്ത് കഴിക്കാന്നൊരു തീരുമാനത്തിൽ എല്ലാവരും പിന്നെ തമിഴ്നാട്ടിയുടെ സ്വന്തം കലക്കി ഓർഡർ ചെയ്ത്. വാങ്ങിയ കലക്കി മൂഞ്ചിപ്പോയത് വളരെ വൈകിയാണ് ഞങ്ങൾക്ക്. ഇതാണ് രാത്രി ഞങ്ങൾ താമസിക്കാൻ പോണ ഹോട്ടൽ. ഉറങ്ങി എണീച്ചപ്പോഴേക്കും ഇന്നലെ കഴിച്ച കലക്കി ഇവന് കലക്കാൻ തുടങ്ങി. ഇനി വണ്ടിയെടുത്ത് നേരെ കർണാടക ടിബറ്റൻ വില്ലേജ്. തമിഴ്നാടായതുകൊണ്ട് തന്നെ പോണ വഴി നമുക്ക് ഇതുപോലുള്ള ഉത്സവങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. ഗ്രാമങ്ങളിലൂടെ പോണത് കൊണ്ടാവണം വഴിയെല്ലാം അതിമനോഹരമായിരുന്നു. പിന്നെ അവിടെ നിന്ന് കഴിച്ചൊരു വട, ഓഫ് സ്വർഗം. തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള അമ്മൻ കോവില് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കാല്ലേ, വളരെ വലിയൊരു അമ്പലം തന്നെയായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്കാണ് ഇവിടെ മുൻഗണനയായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ അമ്പലത്തിലേക്കുള്ള വഴിപാടുകൾ. അവിടെ നേരെ ഞങ്ങൾ സത്യമംഗലം കാട് കയറാനായിട്ട്. ചുരം പിന്നെ അറിയാലോ, നല്ല ബ്ലോക്കായിരുന്നു കയറുന്ന സമയത്ത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി കാട്ടിക്കരുത്, അറിയാണ്ട് എന്തിലോ ചവിട്ടി. അവിടെ പോയി കാട്ടി പോയി ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്തിലോ ചവിട്ടി. ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ നിൽക്കണ്ട. എടാ എന്തെല്ലാം ഉണ്ടടാ. കർണാടക ഏരിയ കണ്ടാണെന്ന് അറിയില്ല. പിന്നെയും വിശക്കാൻ തുടങ്ങി. നേരെ അടുത്തുള്ള ഒരു പാട്ടിക്കടയിൽ കയറി. ആവേശം കാണിച്ചൊരു പൊങ്കൽ ഓർഡർ ചെയ്താണ്. തമിഴ്നാട് എത്തിയപ്പോഴേക്കും കൂടെ വന്നിട്ടെല്ലാം ഒടുക്കത്തെ തമിഴ് കുറച്ചിട്ട്. എന്തോ ഓർഡർ ചെയ്തിട്ട് വരാത്തതുകൊണ്ട് കാത്തിരിക്കണം ഇവൻ. പോണ വഴിയെല്ലാം നല്ല പ്രകൃതി രമണീയായിരുന്നു. റോട്ടിൽ വണ്ടിയില്ലാത്തത് കൊണ്ട് തന്നെ ആ നാട്ടിലെ സകല കന്നുകാലികളും ഈ റോട്ടിലുണ്ടായിരുന്നു. 2 ദിവസത്തെ യാത്രശേഷം അങ്ങനെ ഞങ്ങൾ ടിബറ്റൻ വില്ലേജിലെത്തിയിരിക്കുന്നത്. എവിടെ നോക്കിയാലും സമാധാനവും ടിബറ്റൻ ഫ്ലാഗുകളും. ഞങ്ങൾ പോണ സമയത്ത് അവിടെ ഒരു വലിയ ബുദ്ധൻ്റെ പ്രതിമ കെട്ടിക്കൊണ്ടിരിക്കും. ഈ കാണാനാണ് ഈ ഒരു മൊണാസ്ട്രിയുടെ മെയിൻ എൻട്രൻസ്. അവിടെ ഈ മോങ്ങുകൾ പഠിക്കണ സ്കൂളുകളും മറ്റേതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ കണ്ട ഈ മന്ത്രമണികളെല്ലാം കറക്കി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്തു. ഇവന്മാർ അപ്പോഴേക്കും കയറി അവരുടെ സ്കൂളുള്ളെല്ലാം കാണണ്ടായിരുന്നു. അത് നോക്കിയിരിക്കുമ്പോൾ ദാ വരുന്നു. കുറച്ചു നേരം അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവരെല്ലാം ആസാമിൽ നിന്നും സിക്കിമിൽ നിന്നുള്ള ആൾക്കാരാണ്. മുന്നോട്ട് നടന്നപ്പോൾ ദേ ഒരു വലിയ മണി. പിന്നെ അതിനകത്ത് കയറി അതെല്ലാം ഒന്ന് കറക്കുന്നു. ഇതാണ് ഈ മൊനാസ്ട്രിയുടെ ഹൃദയഭാഗം. ഇതിനകത്തുള്ള ഒരു ബുദ്ധ ടെമ്പിൾ. ഞങ്ങളങ്ങനെ ചെരുപ്പ് വെച്ച് നേരെ അതിനകത്തോട്ട് അവിടെ ഈ വിസിറ്റ് ചെയ്യാനുള്ള സമയമാണ് എഴുതി വെച്ചിരിക്കുന്നത്. വരണവർ ഈ സമയം നോക്കി അങ്ങ് വരിക. അതിൻ്റെ അകത്ത് കിട്ടിയൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. പ്രാർത്ഥന നടക്കുമ്പോൾ അവർ വായിക്കുന്ന വാദ്യോപകരണങ്ങൾ. ഈ പോണത് ഇവിടെ വന്ന് എൻ്റെ മെയിൻ ഉദ്ദേശം ടിബറ്റൻ ഫ്ലാഗ് വാങ്ങാനായിട്ട് പോകുന്നു. അവിടെ ആകെ ഈ ഒരു കട ഉണ്ടായിരുന്നുള്ളൂ. ടിബറ്റൻ ഫ്ലാഗ് മാത്രം ഇടുന്നുണ്ട്. അവസാനം ഞങ്ങൾ ടിബറ്റൻ ഫ്ലാഗ് കണ്ടുപിടിച്ച്. ഒരു ഫ്ലാഗിന് 30 രൂപയാണ് വില വരുന്നത്. പൈസ വാങ്ങാനിരിക്കുന്നത് മോഹൻ തന്നെയായിരുന്നു. അതിൽ ഓൾറെഡി മന്ത്രം ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രം ഉണ്ടോന്നാണ് മറ്റാൾ പറയുന്നത്. ഫ്ലാഗെല്ലാം വണ്ടി കെട്ടിയപ്പോൾ തന്നെ വണ്ടികളുടെ ലുക്കെല്ലാം അങ്ങ് മാറിപ്പോയിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് പോണ വഴി ഒരു ബായിൻ്റെ ബിരിയാണി കട. അതൊരു ബിരിയാണി തന്നെയായിരുന്നു. തികയാണ്ട് ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി ഞങ്ങളുടെ ഓർഡർ. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഇനി എവിടെ പോകുന്നുള്ള ചോദ്യം ഒന്നും നോക്കിയില്ല. വണ്ടി നേരെ വയനാട്ടിലോട്ട്.